ഇറാൻ നടത്തുന്നത്. വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോർ ചേരുന്നുണ്ട്. ആന്റണി, എന്തായാലും തങ്ങളുടെ നേതാവ് കൊല്ലപ്പെട്ടിരിക്കുന്നു, ഇനി കനത്ത തിരിച്ചടി എന്നൊരു തീരുമാനത്തിലേക്ക് തന്നെ ഇറാൻ കഴിഞ്ഞ മണിക്കൂറുകളിലടക്കം കടന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. കനത്ത തിരിച്ചടിയായിരിക്കും ഇനിയുള്ള നിമിഷങ്ങളിൽ ഉണ്ടാകുക എന്ന് നേരത്തെ തന്നെ ഇറാൻ അറിയിച്ചതാണ്. ആ ഒരു സാഹചര്യത്തിൽ കൂടുതൽ തിരിച്ചടിയിലേക്ക് തന്നെ ഇറാൻ കടക്കുകയല്ലേ ഈ നിമിഷങ്ങളിൽ? ഇന്നലെ ഈ ആക്രമണത്തിന് പിന്നാലെ, അല്ലെങ്കിൽ അമേരിക്ക ഇസ്രായേൽ ആക്രമണത്തിന് പിന്നാലെ ഇറാൻ അമേരിക്കയുടെ എയർ ബേസുകൾ അല്ലെങ്കിൽ സൈനിക താവളങ്ങളുള്ള കേന്ദ്രങ്ങളിലേക്കൊക്കെ വ്യാപകമായ ആക്രമണം തുടങ്ങിയിരുന്നു. ഏതായാലും അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദുബായിലടക്കം ഇപ്പോഴും ആക്രമണം തുടരുകയാണ്. ഏതായാലും ഇപ്പോൾ ദുബായ് മീഡിയ ഓഫീസ് അത് ഒഫീഷ്യലായി ഔദ്യോഗികമായി അറിയിക്കുന്നതനുസരിച്ച് 2 ഡ്രോണുകൾ പതിച്ച് വീടുകൾക്ക് മുകളിലേക്കാണ് ഈ ഡ്രോണുകൾ പതിച്ചത്. അതിൻ്റെ അവശിഷ്ടങ്ങൾ പതിച്ച് 2 പേർക്ക് പരിക്കേറ്റതായി ദുബായ് മീഡിയ ഓഫീസ് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം ഇപ്പോൾ UAE പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ ഒരു അറിയിപ്പ് വരുന്നതനുസരിച്ച് ഇതുവരെ ഇറാൻ 137 മിസൈലുകളാണ് UAEയിലേക്ക് അയച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ 209 ഡ്രോണുകളും ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി ഇറാൻ UAEയിലേക്ക് അയച്ചു എന്നുള്ളതാണ് ഇപ്പോൾ UAE പ്രതിരോധ മന്ത്രാലയം അറിയിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരാൾ മരിച്ചിട്ടുണ്ട്. അത് അബുദാബി എയർപോർട്ടിലാണ്. അബുദാബി എയർപോർട്ടിലേക്കുണ്ടായ ഈ ഡ്രോൺ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടിരിക്കുന്നു, 7 പേർക്ക് പരിക്കേറ്റു എന്നുള്ള കാര്യവും കൂടി ഇപ്പോൾ അറിയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദുബായ് എയർപോർട്ടിന് നേരെയും ആക്രമണം ഉണ്ടായി എന്നുള്ള കാര്യവും വരുന്നു. അതുപോലെ തന്നെ ദുബായിലെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖമാണ് ജബൽ അലിയിലും ആക്രമണത്തിൻ്റെതായ അതിൻ്റെ ദൃശ്യങ്ങൾ, അവിടെ പുക ഉയരുന്നതടക്കമുള്ള ദൃശ്യങ്ങൾ കൂടി പുറത്തേക്ക് വരികയും ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ ദുബായിലടക്കം വ്യാപകമായ ആക്രമണം തുടരുകയാണ്. നമുക്കറിയാവുന്ന പോലെ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചുള്ള ആക്രമണമാണ് ഇറാൻ നടത്തുന്നത്. അത് പലതും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ലോഞ്ച് ചെയ്ത റോക്കറ്റുകളും മിസൈലുകളും ഡ്രോണുകളും ഒക്കെയാണ്. അത് അതിൻ്റെ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് എത്തുകയാണ്. പലതും കൃത്യമായി തന്നെ ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ, അതിനെ തകർക്കാനായി ഈ പ്രതിരോധ സേനകൾക്ക് ഈ UAEയിലാണെങ്കിലും അതുപോലെ തന്നെ കുവൈത്ത്, ഖത്തർ അടക്കമുള്ള എല്ലാ രാജ്യങ്ങൾക്കും അത് സാധിക്കുന്നുണ്ട്. പക്ഷേ ചിലതെങ്കിലും ഇങ്ങനെ ഇത്തരത്തിൽ രാജ്യങ്ങളുടെ അതിർത്തിയിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ്. ബഹ്റൈനിൽ ഇത്തരത്തിൽ ഒരു ഹോട്ടലിൽ ആക്രമണം ഉണ്ടായി എന്നുള്ളതും ഇപ്പോൾ പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ആക്രമണം ഇപ്പോഴും ഈ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഇറാൻ തുടർന്നു കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇറാഖ്, ജോർദാൻ അടക്കമുള്ള രാജ്യങ്ങളിലേക്കും ആക്രമണം നടത്തുന്നുണ്ട്. ഇറാഖിൽ എർബിൽ വിമാനത്താവളത്തിൽ അവിടെ അമേരിക്കയുടെ എയർ ബേസ് ഉണ്ട്. അവിടേക്ക് രാവിലെ തന്നെ ആക്രമണം നടന്നതായുള്ള വിവരങ്ങളുണ്ട്. ജോർദാനിലേക്ക് ഡ്രോൺ അറ്റാക്കുകൾ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഏതായാലും ശക്തമായ തിരിച്ചടി അല്ലെങ്കിൽ ശക്തമായ ഈ അമേരിക്കൻ 27 സൈനിക താവളങ്ങൾക്ക് നേരെ നടത്തുന്ന ആക്രമണം, പക്ഷേ അത് ഈ ജനവാസ മേഖലകളിലേക്ക് അടക്കം കയറുന്ന അല്ലെങ്കിൽ മാറുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ഇന്നലെ മുതൽ തന്നെ മാറുന്നുണ്ട്. ഏതായാലും ഇന്നും അങ്ങനെ തന്നെയാണ് കാണാൻ കഴിയുന്നത്. ഇന്ന് രാവിലെയൊക്കെ ദുബായിൽ പലയിടങ്ങളിലും സ്ഫോടന ശബ്ദങ്ങൾ കേൾക്കാൻ വേണ്ടി കഴിയുമായിരുന്നു. അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ ജനങ്ങൾ നൽകുന്നുണ്ടായിരുന്നു. ദോഹയിൽ ഏതാണ്ട് 11 ഈ സ്ഫോടന ശബ്ദം കേട്ടതായുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു. ദോഹയിൽ ഇത്തരത്തിലൊരു മിസൈൽ ഒരു വ്യാവസായിക മേഖലയിൽ തകർന്ന് വീണ് അവിടെ തീ പിടിക്കുന്ന ഒരു സാഹചര്യവും കൂടി ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ മേഖലകളിൽ ഇത്തരത്തിൽ ഏത് സമയവും ആക്രമണം വീണ്ടും ഇങ്ങനെ തുടർന്ന് നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഈ മേഖലകളിലെല്ലാം നിൽക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അതിൻ്റെ നമുക്ക് നേരത്തെ സൂചിപ്പിച്ചതനുസരിച്ച് 100-ലേറെ 137 മിസൈലുകൾ ഇതുവരെ ഇത്തരത്തിൽ UAEയിലേക്ക് മാത്രം കടന്നു വന്നിട്ടുണ്ട്. 209 ഡ്രോണുകൾ അത് വന്നിട്ടുണ്ട്. അത്തരത്തിൽ ഡ്രോൺ മിസൈൽ അറ്റാക്കുകൾ അല്ലെങ്കിൽ ആക്രമണങ്ങൾ അതിശക്തമായി ഈ രാജ്യങ്ങൾ ഇറാൻ ഈ രാജ്യങ്ങൾക്ക് നേരെ നടത്തുന്നത്. ഈ ഗൾഫ് രാജ്യങ്ങൾ പോരാത്തതിന് ജോർദാൻ അതുപോലെ തന്നെ ഇറാഖ് അടക്കമുള്ള രാജ്യങ്ങളിലേക്കും ആക്രമണം കൃത്യമായി തന്നെ വ്യാപിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇസ്രായേലിലേക്കും ശക്തമായ ആക്രമണം തന്നെയാണ്. അവിടെ പലപ്പോഴും അലേർട്ടുകൾ വരുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത്. അത്തരത്തിൽ ഇസ്രായേലിലേക്കും ശക്തമായ ഒരു ആക്രമണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്
എന്നുള്ളതാണ് അവിടെ നിന്ന് വരുന്നൊരു കാര്യം. ഏതായാലും ഇസ്രായേലിൻ്റെ ഒരു പ്രതികരണം, അല്ലെങ്കിൽ ഇസ്രായേൽ ഇക്കാര്യത്തിൽ പറയുന്ന ഒരു കാര്യം, വേറൊരു കാര്യം പറയുന്നത് 1200 ബോംബുകളാണ് ഇതുവരെ ഇറാനിലേക്ക് അവിടെ വർഷിച്ചതെന്നുള്ള കാര്യം ഇസ്രായേൽ അറിയിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. അത്തരത്തിൽ ഇറാനിലേക്ക് ഇസ്രായേൽ വർഷിച്ച ബോംബുകളുടെ കണക്ക് പുറത്തു വരുമ്പോൾ ഇസ്രായേലിലേക്കും ശക്തമായ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ തുടരുകയാണ് ഈ ഇറാൻ എന്ന് പറയുന്നത്. ഏതായാലും വ്യോമ ഗതാഗതത്തെ ഈ ഗൾഫ് രാജ്യങ്ങളിലെ വ്യോമ ഗതാഗതത്തെ പൂർണ്ണമായും സ്തംഭിപ്പിക്കുന്ന നിലയിലേക്ക് ഈ സംഘർഷങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. എല്ലായിടത്തും എല്ലാ വിമാനത്താവളങ്ങളിൽ നിന്നുമുള്ള വിമാനങ്ങൾ ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. നിലവിൽ ഒരു തരത്തിലുമുള്ള മുന്നോട്ട് പോക്കും നിലവിൽ കഴിയുന്നില്ല എന്നുള്ളതാണ്. വ്യോമഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ച ഒരവസ്ഥയിലാണ് ഉള്ളത്. ഏതായാലും ആക്രമണം നിലവിൽ തുടരുകയാണ്. പക്ഷേ ഈ ഡ്രോണുകളെയും മിസൈലുകളെയും ഒക്കെ അതിനെ നേരിടാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് അതിനുള്ള ഒരു ആശ്വാസം എന്ന് പറയുന്നത്. ജനങ്ങൾക്ക് നേരത്തെ കഴിഞ്ഞ ഈ ആക്രമണം തുടങ്ങിയതിന് പിന്നാലെ നൽകിയ ജാഗ്രതാ നിർദ്ദേശം അതിപ്പോഴും തുടരുന്നുണ്ട്. ആവശ്യമില്ലാതെ പുറത്തേക്ക് ഇറങ്ങുന്നതിലടക്കം കർശനമായ നിയന്ത്രണമുണ്ട്. ആവശ്യമില്ല ഒഫീഷ്യലായി ഔദ്യോഗികമായി നൽകുന്ന വിവരങ്ങളല്ലാതെ അതിനപ്പുറത്തേക്കൊന്നും വിശ്വസിക്കേണ്ടതില്ല. മറ്റു വ്യാജ വിവരങ്ങൾ പ്രചരിപ്പിക്കരുതെന്നുള്ള നിർദ്ദേശവും ഇപ്പോൾ തുടരുന്നുണ്ട്. ഏതായാലും ഈ വ്യോമാക്രമണവും ഡ്രോൺ മിസൈൽ ആക്രമണം ദുബായ് അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് ഇറാൻ ഇപ്പോഴും തുടരുന്നുണ്ട്. ഗൾഫ് രാജ്യങ്ങൾക്ക് മേലുള്ള ഇറാന്റെ ആക്രമണം തുടരുന്ന ഒരു സാഹചര്യത്തിൽ തങ്ങളുടെ സഖ്യശക്തികൾക്ക് നേരെ ഇനിയും ആക്രമണം നടത്തിയാൽ വെറുതെ ഇരിക്കില്ല എന്നൊരു മുന്നറിയിപ്പ് ട്രംപ് ഇപ്പോൾ നൽകുന്നുണ്ടോ? എന്തായാലും അമേരിക്കയും ഇസ്രയേലും നടത്തിയ സംയുക്ത ആക്രമണത്തിൽ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടതിന് പിന്നാലെ തിരിച്ചടി ശക്തമാക്കിയിരിക്കുകയാണ് ഇറാൻ. ഗൾഫ് രാജ്യങ്ങളിലടക്കം ഡ്രോണുകളുമായുള്ള ആക്രമണം രൂക്ഷമായി തുടരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ദുബായിൽ ഡ്രോണുകളുടെ അവശിഷ്ടമടക്കം വീടുകൾക്ക് മുകളിലേക്ക് വീണ 2 പേർക്ക് പരിക്കേറ്റിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ ഈ സമയങ്ങളിൽ പുറത്തു വരുന്നു. കൂടാതെ തന്നെ ദോഹയിൽ മിസൈൽ അവശിഷ്ടം പതിച്ച വ്യാവസായിക മേഖലയിലടക്കം തീപിടുത്തം ഉണ്ടാകുന്ന സാഹചര്യം. ഇറാഖ് എർബിയിലെ US സൈനിക താവളത്തിന് നേരെയും ആക്രമണം ഉണ്ടായിരിക്കുന്നു എന്നതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ജോർദാനിലും സമാനമായ രീതിയിൽ ആക്രമണം ഉണ്ടായിരിക്കുന്നു. പാകിസ്ഥാനിലെ കറാച്ചിയിൽ അമേരിക്കൻ കോൺസുലേറ്റിന് നേരെയുണ്ടായ ആക്രമണത്തിന് നേരെ വെടിയുതിർത്ത് സുരക്ഷാ സേന. 8 പേർ കൊല്ലപ്പെട്ടതായ റിപ്പോർട്ടുകൾ. നിരവധി പേർക്ക് പരിക്കേറ്റു. പാകിസ്ഥാന്റെ ഷിയ വിഭാഗക്കാരാണ് കോൺസുലേറ്റിലേക്ക് അതിക്രമിച്ചു കയറിയത്. ആൾക്കൂട്ടം വടിയും ആയുധങ്ങളും ഉപയോഗിച്ച് കോൺസുലേറ്റ് ആക്രമിക്കുന്ന ദൃശ്യങ്ങളടക്കം പുറത്തുവന്നു. ഇസ്രയേൽ അമേരിക്ക സംയുക്ത ആക്രമണത്തിൽ ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് ആക്രമണത്തിൽ 3 US എംബസി ജീവനക്കാർക്ക് പരിക്കേറ്റു. കോൺസുലേറ്റിന് തീയിട്ടതായും ജനൽ ചില്ലുകൾ തകർത്തതായും റിപ്പോർട്ടുകൾ. വിവരങ്ങളുമായി രാജേഷ് ചേർന്നുണ്ട്. രാജേഷ്, എന്തായാലും ഖമനിയുടെ കൊലപാതകത്തിൽ പിന്നെ അല്ലെങ്കിൽ ഇസ്രയേൽ ഖമനിയെ കൊലപ്പെടുത്തിയതിന് പിന്നാലെ പ്രതിഷേധം ആളിക്കത്തുകയാണ്. US നേരെ പ്രതിഷേധം ഉയരുകയാണ്. ഇപ്പോൾ എന്തായാലും കറാച്ചിയിലെ അമേരിക്കൻ കോൺസുലേറ്റിന് നേരെ അടക്കം ആക്രമണം ഉണ്ടായിരിക്കുന്നു. എന്താണ് വിവരങ്ങൾ? കറാച്ചിയിലെ അമേരിക്കൻ കോൺസുലേറ്റിന് നേരെയാണ് പ്രതിഷേധമുണ്ടായത്. ഈ പ്രതിഷേധത്തിലേക്കാണ് സുരക്ഷാ സേന വെടിതീർത്തത്. ഇതിൽ 8 പേർ മരിച്ചു, അല്ലെങ്കിൽ 8 പേർ കൊല്ലപ്പെട്ടു എന്നതാണ് നിലവിൽ ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. അതേസമയം തന്നെ 30-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നതാണ്. പാകിസ്ഥാനിലെ ഷിയ വിഭാഗക്കാരാണ് ഈ പ്രതിഷേധിച്ച് ഈ കറാച്ചിയിലെ അമേരിക്കൻ കോൺസുലേറ്റിന് മുന്നിലെത്തിയത്. ഇതിലേക്കാണ് സുരക്ഷാ സേന വെടിയുതിർത്തത്. ആൾക്കൂട്ടം വടിയും ആയുധങ്ങളും ഉപയോഗിച്ച് ആക്രമിക്കുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. ഈ ഇസ്രയേൽ അമേരിക്ക സംയുക്ത ആക്രമണത്തിന് പിന്നാലെ ഇറാൻ പരമോന്നത നേതാവായിട്ടുള്ള
ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ കറാച്ചിയിലെ ഈ അമേരിക്കൻ കോൺസുലേറ്റിന് നേരെ പ്രതിഷേധം ഉണ്ടായത്. ഇതിലാണ് ഇപ്പോൾ 8 പേർ കൊല്ലപ്പെട്ടത്. ഈ പ്രതിഷേധിക്കുന്ന ആളുകൾക്ക് നേരെ ഈ സുരക്ഷാ സേന വെടിവെക്കുകയായിരുന്നു. ഇതിൽ 30-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നാണ് പ്രാഥമിക വിവരം. ഈ എംബസി ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ US എംബസിയിലെ 3 ജീവനക്കാർക്ക് ഈ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. ഈ കോൺസുലേറ്റ് തീയിട്ടതായും ഈ കോൺസുലേറ്റിന്റെ ജനൽ ചില്ലുകൾ തകർത്തതായും പ്രതിഷേധക്കാർ തകർത്തതായും റിപ്പോർട്ടുണ്ട്. എന്തായാലും കറാച്ചിയിലെ അമേരിക്കൻ കോൺസുലേറ്റ് നേരെയാണ് ഇപ്പോൾ പാകിസ്ഥാനിലെ ഷിയ വിഭാഗങ്ങളിലെ ആളുകൾ പ്രതിഷേധിച്ചെത്തിയത്. ഇതിലേക്കാണ് ഈ സുരക്ഷാ സേന വെടിതീർത്തത്. ഇതിൽ 8 പേർ കൊല്ലപ്പെട്ടതാണ് ലഭിക്കുന്ന വിവരം. 30-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നതാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും കറാച്ചിയിൽ അല്ലെങ്കിൽ പാകിസ്ഥാനിലെ ഷിയ വിഭാഗക്കാരാണ് പ്രതിഷേധിച്ച് ഈ കോൺസുലേറ്റ് മുന്നിലെത്തുന്നത്. തുടർന്ന് സുരക്ഷാ സേന വെടിതീർക്കുകയായിരുന്നു. ഈ കോൺസുലേറ്റ് തീയിട്ടതായും ഈ കോൺസുലേറ്റിന്റെ ജനൽ ചില്ലുകൾ തകർത്തതായും റിപ്പോർട്ടുണ്ട്. ഇതിലിപ്പോൾ മരണസംഖ്യ കൂടാനുള്ള ഒരു സാഹചര്യം ഉണ്ട്. 8 പേരാണ് കൊല്ലപ്പെട്ടത് എന്നതാണ് പ്രാഥമിക വിവരം. നിരവധി പേർക്ക് 30-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്ന് നിലവിൽ ഇപ്പോൾ പുറത്തു വരുന്ന വിവരമാണ്. ഈ കോൺസുലേറ്റ് പ്രതിഷേധക്കാർ തീയിടുന്ന ഒരു സാഹചര്യവും ജനൽ ചില്ലുകൾ തകർക്കുന്ന ഒരു സാഹചര്യം കൂടി നിലവിൽ ഇപ്പോൾ ഉണ്ട് കാർത്തു. ശരി, പാകിസ്ഥാനിലെ കറാച്ചിയിൽ അമേരിക്കൻ കോൺസുലേറ്റിന് നേരെയുണ്ടായ ആക്രമണത്തിന് നേരെ വെടിയുതിർത്തിരിക്കുകയാണ് സുരക്ഷാ സേന. സംഭവത്തിൽ 8 പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. പാകിസ്ഥാന്റെ ഷിയ വിഭാഗക്കാരാണ് കോൺസുലേറ്റിലേക്ക് അതിക്രമിച്ച് കയറിയത്. ഇതിനിടയിലാണ് സുരക്ഷാ സേന വെടിയുതിർത്തിരിക്കുന്നത്. ആൾക്കൂട്ടം വടിയും ആയുധങ്ങൾ ഉപയോഗിച്ച് കോൺസുലേറ്റ് ആക്രമിക്കുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. ഇസ്രയേൽ അമേരിക്ക സംയുക്ത ആക്രമണത്തിൽ ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടതിന് പിന്നാലെയായിരുന്നു ആക്രമണം ഉണ്ടായത്. എന്തായാലും ഈ ഒരു സംഭവത്തിൽ സുരക്ഷാ സേന വെടിയുതിർത്തതിൽ 8 പേർക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നു. രാജേഷ് ശ്രീനിവാസാണ് വിവരങ്ങൾ നൽകിയത്.